നോക്കുമ്പോ എല്ലാം കുഴപ്പമില്ല. അവൾ അവിടെയാണ് നോക്കുന്നത്. സംസാരിച്ചോ? എങ്ങനെന്തെങ്കിലും ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും സംസാരിച്ചോ? ചേച്ചി നമ്മളിപ്പോ എവിടേക്കാ പോണേ? നീലിയാണ് വഴികാട്ടി. സ്ക്വയർ പാർക്ക്. ഓക്കെ, ബാ. അപ്പൊ താണ്ടേ നമ്മളാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് പോവാട്ടോ. അതിന് മുന്നേ നമ്മളെ കൂടെ ഉള്ള പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. വാ, പറ. ഇത് ശ്രീലക്ഷ്മി. ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് ലക്ഷ്മി എന്ന് പറഞ്ഞതിന് അവളെന്നെ വഴക്ക് പറഞ്ഞേ. ശ്രീലക്ഷ്മി എവിടെ വരുന്ന പറ. ഇവള് പാലക്കാട്. പാലക്കാട്. ഇത് അൻസു തോമസ്. ഇത് തീർത്ഥ രഞ്ജിത്ത്. ഇവള് കണ്ണൂര്. ഇവള് ഇടുക്കി. അപ്പം നമുക്കാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് തരാവേ. വാ. കമാണ്ടല്ലേ. ഉച്ചക്കലത്തേക്ക് കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അരിപ്പത്തിരി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ തേങ്ങാപ്പാലും കൂടെ മേടിച്ച് വെച്ചതുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് അതാക്കാന്നും പറഞ്ഞ് നമ്മൾ അരിപ്പത്തിരി ഒന്ന് ചൂടാക്കി തേങ്ങാപ്പാലും മുക്കിയാട്ടോ കഴിച്ചത്. പിന്നീട് വേറൊന്നും അധികം കഴിച്ചതൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, ഈ അരിപ്പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. ഞാൻ 2 എടുത്തിട്ടുള്ളായിരുന്നു. എല്ലാവരും അതേ കണക്ക് തന്നെയാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. അപ്പം നമ്മൾ പോയിട്ട് വന്നിട്ട് നമുക്ക് പാകിസ്ഥാൻ റൊട്ടി മേടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കുന്നെന്ന് പറഞ്ഞു. പാർക്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞല്ലേ ഇറങ്ങത്തുള്ളൂ. പാർക്കാണെന്ന് തോന്നുന്നത്. എല്ലാവരും ഇരിക്കാനൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ കയറിയപ്പോഴത്തേക്ക് താഴെ ഭയങ്കര തിരക്കായിരുന്നു. മേളിൽ പോയിരുന്ന് ചായയും വാഴയ്ക്കാപ്പവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വാഴയ്ക്കാപ്പം എന്ന് പറഞ്ഞാൽ പഴംപൊരി. പിന്നെ 2 പേർക്ക് വട മതി എന്ന് പറഞ്ഞാൽ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതങ്ങോട്ട് കുടിച്ച് കഴിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞ ഒരു ആശ്വാസമായി. അപ്പം നമുക്ക് കുറച്ച് താമസിച്ചൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത് ഇടുന്നത്. അത് ഇവിടെ വന്നിട്ട് മേടിച്ചതാണേ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ കളറും ആ കൈ വരുന്ന ആ രസമൊക്കെ ഉണ്ടല്ലേ. അപ്പം ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ണിയപ്പവും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ണിയപ്പമൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിയും കുടിയും മാത്രമേ ഉള്ളൂ എന്നുള്ള കമൻറ്റിന് എന്തെങ്കിലുമൊക്കെ വയറ്റിലൊക്കെ പോകണ്ടേ, എന്നാലുള്ള എനർജി കിട്ടത്തുള്ളൂ. ഉണ്ണിയപ്പം ഉണ്ടോ? ഇന്നാരെയാണോ കണിയണ്ടേന്ന് അറിയാൻ വയ്യ. ഇന്നത്തെ വല്ലാത്തൊരു ദിവസമായിരുന്നു. ആദ്യം ഇവിടെ നമ്മൾ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് 2 ദിർഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അങ്ങ് സന്ധ്യയായി പോയി. പിന്നെ സന്ധ്യയ്ക്ക് ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാവരും പൈസയൊക്കെ കൈ കരുതിയിട്ട് വന്നതായിരുന്നു. അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ പൈസ എടുക്കത്തില്ല, പകരം കാർഡാണ് വേണ്ടേന്ന്. കുറേ നേരം അതിനകത്ത് ഇവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹത്തിരുന്നായിരുന്നു. അതോ ചെന്നപ്പോഴേ പറഞ്ഞത് എനിക്ക് റീൽ എടുത്ത് തരണേ, ഫോട്ടോ എടുത്ത് തരണേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എല്ലാവരും 3G ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഇനി ഒരു ദിവസം എപ്പോഴെങ്കിലുമൊക്കെ വരാം. അടിപൊളിയായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെയൊക്കെ പരിപാടി ഉണ്ടല്ലോ, എന്ത് രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ എന്തോ ചെയ്യും, നമുക്കിനി കോർണിഷി പോയാലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് കോർണിഷി പോകണ്ട, പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞ് ഇവളുമാരെല്ലാം കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണേ. തിരിച്ചു പോകുന്ന ഇടയ്ക്ക് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് എടുത്തു. പക്ഷെ നല്ല കണക്ക് ചുറ്റണമായിരുന്നു ഇപ്പോൾ അത് ഭാഗത്തോട്ട് എത്താൻ വേണ്ടി. ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ നേരെ നമ്മൾ പോയത് ഗംഗയുടെ റൂമിലോട്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് ഞാൻ റൂമിലോട്ട് വന്നത്. എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ആ ചായ കുടിച്ചപ്പോഴത്തേക്ക് എന്തോ ഭയങ്കര മധുരം പോലെ ആയിരുന്നു കേട്ടോ ആ ചായ. അപ്പോൾ അവൾമാർ അവിടെ തന്നെ ഇരുന്ന് ഞാൻ പിന്നെ റൂമിലോട്ട് വന്ന് ഇച്ചിരി നേരം കിടക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇക്കായൊക്കെ ഫോൺ വിളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.